പള്ളിയിൽ നിന്ന് വരത്തില്ലെന്നും പറഞ്ഞ് വലിയ വാശിയായിരുന്നു. അച്ഛനും കരക്കാരും ഒക്കെ ഒത്തിരിയും പറഞ്ഞു. ഒടുക്കം ഞാൻ പറഞ്ഞ് ഇച്ചായം വാ, അപ്പനെ കാണാമെന്ന്. അപ്പ എഴിച്ച് നടന്ന് അന്നേരം വന്നിരുന്നയാ. ഞാനിവിടെ ഇല്ലായിരുന്നു. ടാർപ്പായുടെയും പായുടെയും ഇടപാട് തീർക്കാനുണ്ടായിരുന്നു. മുല്ലത്തറയിൽ നിൽക്കുമ്പോഴാ കുഞ്ഞപ്പിയൊന്ന് വിളിക്കുന്നേ. മാത്തുക്കുട്ടിച്ചായം വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. കീവറിച്ചായ ആണ്ടെ ഇച്ചിരി കാപ്പ് കുടിച്ചാട്ടെ. രണ്ടു തുള്ളി ചൂടുവെള്ളം ഇറക്കിയാട്ടെന്ന്. പെണ്ണെ, നീ അതങ്ങോട്ട് കൊടുത്താട്ടെ. ഇവരിതേ അപ്പോ അപ്പം പറയുന്നത് കേക്കണം. നീ കുടിയിലോട്ട് പോണം. വയ്യപ്പ, വയ്യാതെ വരുന്നു. ഇനി എന്താ ഞാൻ സഹിക്കണ്ടേ? സഹിക്കണം. നീ സഹിക്കണ്ട, നീ തന്നെ സഹിക്കണം. എനിക്കിനി വയ്യപ്പ. എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ അപ്പ എന്റെ കുഞ്ഞ്. എല്ലാം സഹിക്കാനും കാണാനും പറ്റണം. മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ കിടക്കണം. അവിടെ കിടന്ന് മണ്ണും പൊടിയായി പോട്ടതെല്ലാം. അല്ലേ പ്രാണനായിട്ട് നിന്നെയും കൊണ്ടുപോട്ടെ. എന്നാലും വിളിച്ചു പറയാനുള്ളതല്ല അതൊന്നും. കഴിവും കഴിവുകേടും മനുഷ്യനുള്ളതാ. എന്നാ ഉള്ളതൊന്നിനും കൊള്ളത്തില്ല. പിന്നെ ഒന്നുമില്ലാത്തതിന് നീ സമാധാനിക്കേ. നല്ല സമാധാനം അപ്പ. ഇനിയും ഒരു വയറിന്റെ പഴപ്പിന് കുറച്ച് കൈ നീട്ടിയാ മതിയല്ലോ. ആത്തുകുട്ടിയെ, അപ്പ നീ വന്നേ. നീ നിന്റെ ചേട്ടനെ കുടി കൊണ്ടിയെന്നാക്ക്. ഓ അല്ലാ കുഞ്ഞാപ്പി, ഓ, നീ കൂടെ ചെല്ലേ. കീവറിച്ചായോ വാ, നമുക്ക് പോവാം. വാ പാപ്പ, നമുക്ക് എള്ളുമരമത്തോട്ട് പോവാം. വാ. കീവറിയതേ, കോഴഞ്ചേരിക്കാരുമായിട്ട് അവളുടെ കെട്ടുറപ്പിക്കാൻ നമ്മൾ രണ്ടുപേരും കൂടെ അല്ലയോ പോയേ? എന്നിട്ട് അവര് പറഞ്ഞതുപോലെ ഉറച്ചില്ലയോ? ഉറച്ചോ ഇല്ലയോ? ഉറച്ച്. എന്നിട്ട് ബന്ധം മുറിഞ്ഞേ പിന്നെ ദീനക്കാരി പെണ്ണ് നിന്റെ വീട്ടിലല്ലായിരുന്നോടാ? ഓക്കില്ലാഞ്ഞപ്പോഴ് നീ അവക്കൂടെ വേണ്ടി കൈ നീട്ടിയിട്ടില്ലയോ? കർത്താവ് നീ വഴിക്ക് അവക്ക് അന്നം മുട്ടിച്ചില്ലല്ലോടാ. ഇനി അവിടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. എന്നാലും എന്റെ കുഞ്ഞ് ഇതിനൊക്കെ വണ്ണം എന്തോ പാവമാ ചെയ്തേ. പാപവും പുണ്യവും
ജീവിച്ചിരിക്കുന്നവർ കൊള്ളയാ. അവള് കർത്താവിന്റെ സന്നിധിയിലാ. നീ കുടിച്ചല്ലേ. വാ നടക്കാം. അപ്പച്ച, പെണ്ണേ, നീ ഭൂമിയിലെ മനുഷ്യന്റെ അധ്വാനമെല്ലാം ചുമ്മാതാ. സഭാപ്രസംഗി പറയുന്ന പോലെ കീറാൻ ഒരു കാലം, തുന്നിച്ചേർക്കാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, ദേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിനും സമാധാനത്തിനും വേറെ വേറെ കാലം. തന്റെ കാലം അറിയാൻ മനുഷ്യന് മാർഗമൊന്നുമില്ല. മത്സ്യം വലയിൽ വീഴുന്ന പോലെയും പക്ഷികൾ കെണിയിൽ കുരുങ്ങുന്ന പോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യമക്കളെ കൊടുക്കുന്നു. ഇച്ചിരി കിടക്കണം പെണ്ണെ, മേലെ കുഴഞ്ഞു വരുന്ന മാതിരി. ഓ ഓ, ഒത്തിരി ആയില്ലയോ? ആണ്ടേ ഇച്ചിരിച്ച വേർക്കുന്നുണ്ട്. അപ്പച്ച, ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൊണ്ടുവരട്ടെ? വെള്ളം കുടിക്കാൻ തോന്നുന്നില്ലയോ അപ്പച്ചന്? പെണ്ണെ, നീ ഇവിടെ ഇരി. ഓരോന്നോരോന്ന് കഴിഞ്ഞു പോവുക. എന്റെ കാലവും കഴിയും. അപ്പച്ച, എന്തുവാ ഈ പറയുന്നേ? ഒടുക്കം ചാവുകാലത്ത് എന്നെ നോക്കാൻ നിനക്കാ യോഗം. ചാവുകാലത്ത് കൂട്ടിരിക്കാൻ അറിയാമോ നിനക്ക്? രാത്രിയില് എല്ലാരും ഉറങ്ങുമ്പോഴ് നിന്റെ മടി തലയെടുത്ത് വെച്ച് വേണം ചാവാൻ. നീ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴ് നിനക്കായിട്ട് ഒന്നും തരാതായിരിക്കും പോകേണ്ടി വരുന്നേ. പോന്ന കാലത്ത് വീട്ടാതെയും കണ്ടൊരു കടം കിടക്കട്ടെ. മക്കളോടും പെമ്പറന്നോത്തിയോടും ഒന്നുമില്ലാത്ത ഒരു കടം എന്നോടാ. അല്ലേലും നീ എനിക്ക്
ഒരു കടമാ പെണ്ണേ. അപ്പച്ചൻ ഉറങ്ങിക്കാട്ടെ. ഒന്ന് ഉറങ്ങി എഴുതിച്ചു പിന്നെ സംസാരിക്കാം. അല്ലേ, ഇതായി പറയുന്ന മനസ്സണക്കം. ഞാൻ അന്നേ മനസ്സിൽ വിചാരിക്കുമായിരുന്നു ഒരു ചായ ഉണ്ടായിരുന്നേ കൊള്ളാവല്ലോ എന്ന്. അപ്പോഴാ എടി അപ്പാപ്പനും എല്ലാം തിന്നാനും കൂടെ എടുത്തോണ്ട് ആ കൊടുക്കും. എടുത്തോണ്ടാട്ടോ കുഞ്ഞെ. എവിടാ പറഞ്ഞു നിർത്തിയേ? ആ, എരിവേലി തറയുന്ന ആലോചനക്കാർ വന്ന കാര്യം അങ്ങ് മറവിയാ കുഞ്ഞെ. വല്ലതും മനസ്സിൽ നിൽക്കുവോ? അങ്ങനെ അവള് മൂന്നാമത്തെ പരീക്ഷ എഴുതി വെച്ച് തോറ്റ് നിൽക്കുക. ഇളയവിടെ കൂട്ടല്ല, എവിടെ തലമണ്ടേ കളിമണ്ണ, ഒരു വകയും പഠിക്കത്തില്ല. അതാ ഞാൻ വിചാരിച്ച എരിവേലി തറയെന്നുള്ള ആലോചനയാണെങ്കിൽ അത് തന്നെ ആട്ടെന്ന്. അല്ല പാപ്പ, അയാൾക്ക് തൊഴിൽ വല്ലതും അറിയാവോ? അവന് സ്വന്തമായിട്ട് ദേഹണ്ണിപ്പ. എരിവേലിത്തറ വലിയ മാത്രം എന്ന് പറയുന്നത് അവൻ്റെ വല്യപ്പനാ. അയാൾക്ക് ഇറച്ചിക്കടയും ദേഹണ്ണിപ്പ് കൊണ്ടായിരുന്നേ. വലിയ കൈപ്പുണ്യമുള്ള ആളായിരുന്നു. കല്യാണത്തിനും അടിയത്തിനൊക്കെ വലിയ മാത്രം ഇറച്ചിക്കറി വെച്ചാലേ ഒക്കത്തുള്ളായിരുന്നു. കൊടുക്കും വയറ്റിന് ദീനം പിടിച്ചാൽ ചത്തുപോയ. ഓ, അപ്പൊ പാചകം അറിയാല്ലയോ? ഇക്കാലത്ത് അതാ വേണ്ടേ. ഒരു കൈത്തൊഴിൽ അറിയാമെങ്കിൽ പിന്നെ ഒരു ധൈര്യമുണ്ട്. പെണ്ണിനെ പറഞ്ഞയക്കുന്നതിന് കുഴപ്പമില്ല. ആ, അതാ പറഞ്ഞ. കൈത്തൊഴിൽ അറിയാവുന്ന മാത്രമല്ല, വലിയ മാത്രൻ്റെ കൈപ്പുണ്യം കിട്ടിയേക്കുന്ന അവനാന്നാ പറച്ചിട്ട്. ഇന്നാള് ഇട്ടിയവരാമോളുടെ വീട്ടിലെ കെട്ടിനാ ഞാൻ എവൻ വെച്ച ഇറച്ചിക്കറി കഴിച്ച. ഉള്ള കാര്യം പറയണമല്ലോ കുഞ്ഞ്, നല്ല രഹസ്യ ഇറച്ചിക്കറിയായിരുന്നു. നാക്കേ വെച്ച് ഇറക്കി തിന്നാ ആരും ഒരു കുറ്റവും പറയത്തില്ലെന്നല്ല, ഇറക്കുമ്പോഴവനെ ഓർക്കും. കുഞ്ഞിന് മനസ്സിലായോ ഞാൻ പറയുന്നേ? എന്നാ പിന്നെ അതങ്ങ് ഉറപ്പിച്ചുടായോ അപ്പാപ്പ? ഇത്ര ആലോചിക്കാൻ എന്തുവാ? ആ, അതാ കുഴപ്പം. ചെറുക്കനെ പെണ്ണിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ, ഇങ്ങോട്ട് വന്നാട്ടെ, ഇങ്ങോട്ട്. ആ, അരിയുടെ അരിയോ? ശർക്കരയും തേങ്ങായും നല്ല പുഴുക്കലരിയും കൂടെ ആകുമ്പോഴും ഒരു രുചിയുണ്ട്. എന്നിട്ട് കെട്ട ഉറപ്പിച്ചോ? ഓ, എവിടുന്നാ കുഞ്ഞ്? ചെറുക്കൻ്റെ വീട്ടുകാർക്കൊരാവശ്യമുണ്ട്. നമ്മളെ പടിക്കടുത്ത് താമരക്കുളത്തിനും കിഴക്ക് യോനോപ്പുറത്തുകാരിയാ ചെറുക്കൻ്റെ തള്ള. അവർ ചത്തേച്ചും ഇപ്പോൾ ഒരു 10 കൊല്ലമായി കാണും. എന്നാലും
അവിടെ അവരുടെ വകയിലായിട്ട് ഒരു 8 സെന്റ് ഭൂമി കിടപ്പുണ്ട്. ഇപ്പം അവൻ്റെ മൂത്ത പെങ്ങളും അളിയനുമാ അവിടെ താമസിക്കുന്നത്. കേട്ടോ കുഞ്ഞെ, അവർക്കാന്നേ ആ ഭൂമി ചെറുക്കൻ്റെ പേര് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം പിന്നെ കുടുംബക്കാരുടെ കച്ചവടം ഒന്ന് നടത്താമെന്ന് അവൻ്റെ അപ്പം കയറി മരുമോനോട് പറഞ്ഞു. അത് എഴുത്ത് നടത്താനെ കൊണ്ട് 1500 രൂപ വേണം. കായ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പെരേടും പെരയും പെണ്ണിൻ്റെ പേര് കൂടെ എഴുതിപ്പിക്കുന്നത്. ആന്നോ? പിന്നെ പല തരമുഴുവും ഉണ്ടോ കുഞ്ഞ്? പലപ്പോഴായിട്ട് കരുതിയ എല്ലാം കൂടി 300 രൂപ ഉണ്ട് കയ്യിൽ. പിന്നെ പിള്ളേരുടെ തള്ളയുടെ മുതലായിട്ട് ആകെയുള്ള ഒരു ജോഡി കാതുവളയാ. അത് വിറ്റൊന്ന് കൂട്ടിക്കോ. എന്നാലും കൂടി വരുന്നേ ഒരു 100 രൂപ കാണും. പിന്നെ കെട്ടും ചിലവും ഇല്ലയോ. പിന്നെയോ താഴെ ഒരുത്തിയും കൂടെ നിൽക്കുന്നു, അതും കാണണ്ടായോ. ഇനിയിപ്പോൾ ഈ ബന്ധം നിൽക്കട്ടെന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുക. ചോദിക്കാനും വാങ്ങാനും ഒക്കെ ആയിട്ട് നമുക്കിപ്പോഴേ ബന്ധുക്കളും ശേഖരമൊന്നും ഇല്ലല്ലോ. അതയ്യോ അതിനേക്കായി പാട്. അടുപ്പമുള്ളവരെന്നും പറഞ്ഞുള്ള റബ്ബറിനകത്തൊരു അനിയത്തിയുടെ വീടാണ്. അവർ 3 നേരം അന്നം തിന്ന് കിടക്കുന്നത് തന്നെ തമ്പുരാൻ്റെ വലിപ്പം കൊണ്ടാണ്. അതിനിടെ കയറി എന്താവും ഞാൻ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത്. വല്ലവരും കേട്ടാൽ പറയത്തില്ലയോ. അല്ലേ തന്നെ നേരും ബന്ധവും നോക്കിയാൽ അവർ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ടോ?